ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്. ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ വിഭവമാണ്. അപ്പോൾ ഈ വർഷം എനിക്ക് ആദ്യമായിട്ട് കുറച്ച് ചക്ക കിട്ടി, അതിൽ നിന്നെടുത്ത കുരുവാണ്. അപ്പോൾ ആ ചക്കക്കുരു വെച്ചിട്ട് ഞാൻ വിചാരിച്ചൊരു തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു തോരന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചക്കക്കുരു തോടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ കേട്ടാൽ മതി. അധികം വെന്ത് പോവരുത്, ഉടഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും, തോരനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലേക്ക് ഉപ്പിട്ട് വേവിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ചക്കക്കുരു ഇവിടെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ചെറിയ പീസുകളും കൂടെ ഇടണം. കംപ്ലീറ്റ് ഉടച്ചെടുത്താൽ അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളൊക്കെ കിടക്കണം, തോരനല്ലേ. അപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. സാധാരണ തോരന് റെഡിയാക്കും പോലെ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, ചെറിയ ശകലം മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടെടുത്ത് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. തോരനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണ. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ചക്കക്കുരു മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഉള്ളിയും കൂടെ ചേർത്തിട്ട് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷമാണ് ഉപ്പ്. ഉള്ളിന് ശേഷം ഉപ്പിട്ട് കൊടുക്കും. ഉള്ളി ഏകദേശം ഒന്ന് പാലിൽ കൂടുതൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കും. അപ്പോൾ ചക്കക്കുരു നല്ല ഡ്രൈ ആയതിന് ശേഷം വേണം പൊടിക്കാൻ. നല്ലപോലെ തണുത്തിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ട് വയ്ക്കണം. എന്നാലേ അത് അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആവണം. എന്നിട്ട് വേണം നമ്മൾ പൊടിക്കേണ്ടത്. നമ്മൾ തവി വെച്ച് തന്നെ പൊടിച്ചെടുത്താൽ മതി. ചില ചക്കക്കുരു നല്ലപോലെ അങ്ങ് വേകും, ചിലത് വേകില്ല, അങ്ങനെ കിടക്കും. അപ്പോൾ അത് നമ്മൾ സ്പൂൺ വെച്ച് പൊടിച്ചു കൊടുത്താൽ മതി. കുക്കറിൽ വേണമെങ്കിൽ 2 വിസിൽ എടുക്കാം, അല്ലാതെ നമുക്ക് അടുപ്പിൽ വേവിച്ചും എടുക്കാം. അപ്പോൾ എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നമുക്ക് മൂത്തരപ്പ് ഏകദേശം ഒരു പകുതി മൂപ്പോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. വേവിച്ച് ഉടച്ചെടുത്തു.
ഒട്ടിയിരിക്കും. നമ്മൾ ഇട്ട് കൊടുത്തു. നല്ലപോലെ ഇളക്കി. തോരനല്ലേ, അപ്പോൾ അതേപോലെ ഒന്ന് ഒത്തിരി സമയം നമ്മളൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞ കൂടെ ഇരിക്കും. ചില ചക്കക്കുരു വെന്ത് ചില ചക്കക്കുരു ആദ്യമുള്ളതുകൊണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വേണം. പിന്നെ എന്തായാലും ഇത് ലേശം അത് കുഴഞ്ഞല്ലേ ഇരിക്കത്തുള്ളൂ. എന്നാലും ചക്കക്കുരു അങ്ങനെയാണ് പൊതുവെ, അപ്പോൾ കുഴഞ്ഞ് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ കണ്ടോ. അപ്പോൾ സ്പൂണ് കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റും മണവുമാണ്. അപ്പോൾ അവസാനം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. സ്പൂണിൻ്റെ ഇതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്യാബേജ് തോരൻ പോലെയൊന്നും നമ്മൾ ബീട്രൂട്ട് തോരൻ, ക്യാബേജ് തോരൻ പോലെയൊന്നും അങ്ങനെ അങ്ങ് തുറുതുറായിരിക്കത്തില്ല. ഒരു കുഴഞ്ഞേ ഇരിക്കത്തുള്ളൂ. കാര്യം ചക്കക്കുരു അല്ലേ, അപ്പോൾ അത് ചിലത് വെന്തും ചിലത് വേകാതെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഉടച്ച് ഡ്രൈ ആയതിന് ശേഷം ഉടയ്ക്കണം. തണുത്തിട്ട് എന്നിട്ട് മാറ്റി വയ്ക്കുമ്പോൾ കുറേ കൂടെ അങ്ങ് ഡ്രൈ ആവും. പിന്നെ നമ്മൾ ഇതേപോലെ ഇട്ട് ഇളക്കി കുറേ വ്യത്യാസം വരും കേട്ടോ. എന്നിട്ടാണ് എടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഇത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ ഇത്. പക്ഷെ ഒത്തിരി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ആയി കിട്ടത്തില്ല, ഒന്ന് കുഴഞ്ഞ് തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചക്കക്കുരു തോരനും മീൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ടാറ്റാ, സീ യു.